തരാമോ? ശരിക്കും വിനായകൻ്റെ പാട്ടാണ് അത്. ആൽഫ കാലത്തെ പാട്ടും സംഗീതവും എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഈ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് സെക്ഷനെ ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആരാധിക കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന ആദ്യത്തെ മൊമെൻറ്റ്. അത് സൂരജ് പാടിക്കൊണ്ട് നമ്മൾ ഈ സെക്ഷൻ ആരംഭിക്കും. സൂരജ്. ചെക്ക്. ഞാനൊരു എഴുത്തുകാരനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അപ്പോൾ പാടേണ്ടി വരില്ലായിരുന്നല്ലോ. ശേഷം എന്നാലും പാട്ട് പാടാം. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നു മിഴി നിറയെ നീ എങ്ങോ പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയി വരാം. എൻ്റെ കുറച്ചുകൂടെ ഉറക്കപ്പാടാം. എൻ്റെ വെരി ബാഡ് പോരാട്ടോ. നിന്നെ അറിയാൻ ഉള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതിരും വഴിയരികെ. സന്തോഷം, തുടങ്ങാൻ പറ്റിയല്ലോ. വിനായക് ശരിക്കും വിഷ്ണുവും വിനായകനും കൂടെയുള്ള പാട്ടാണ്. സൂരജ് വന്ന് ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വിനായകൻ്റെ മനസ്സിനകത്തൊരു ഫീൽ വന്നു. പിന്നെ നാട്ടുകാരൊക്കെ അംഗീകരിച്ചതിന് ശേഷം വിനായകന് ഒരു ഫീൽ വന്നു. ഇതിൽ പല സ്ഥലങ്ങളിൽ ഏറ്റുപറയുന്ന ഇടങ്ങളുണ്ട്. ഇപ്പോൾ ആരാധികെ എന്ന് പാടുന്നത് അതിന് അപ്പുറത്തേക്ക് ചില വരികളൊക്കെ എടുത്തു പറയുകയൊക്കെ ചെയ്യുന്ന പ്രേക്ഷകർ വന്ന് സംസാരിക്കുന്ന സമയത്ത് വിനായക തോന്നിയൊരു ഫീലുണ്ട്. ഇത് മൂന്നും വ്യത്യസ്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നമുക്ക് തുടങ്ങാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. രജിൻ ചേട്ടാ, അത് ഈ പാട്ടിൻ്റെ കാര്യത്തിലാണ് ഇതുവരെ എഴുതിയ എല്ലാ പാട്ടിലും തുടക്കത്തിൽ വിചാരിച്ചൊരു കാര്യം പോലെ തന്നെ പിന്നീട് സംഭവിച്ചത് ആരാധികയൊക്കെയാണ്. കാരണം പാട്ടുകൾ പലതും എഴുതുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല പിന്നീട് ഇറങ്ങുന്ന സമയം, ഇറങ്ങുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന രീതി, അത് എത്തുന്ന ഓഡിയൻസ്, ഏത് ടാർഗറ്റ് ഓഡിയൻസിലാണ് എത്തുന്നത്, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നീട് സംഭവിക്കുന്നത് തമ്മിൽ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട്. പക്ഷേ ആരാധികയുടെ കാര്യത്തിൽ ആദ്യം ട്യൂണാണ് കമ്പോസ് ചെയ്യുന്നത്. ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇത് ജസ്റ്റ് അനദർ സോങ് അല്ല, ഇറങ്ങിക്കഴിഞ്ഞ് ഒരുപാട് കാലം ജീവിക്കാൻ പോകുന്നൊരു പാട്ടാണെന്ന് മനസ്സിലായിരുന്നു. അത് എഴുതി കഴിയുമ്പോൾ ഒരു 2-3 സ്റ്റെപ്പ് എലിവേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയെന്നും പിന്നീട് സൂരജേട്ടനും മധുവന്തിയും കൂടെ പാടിയപ്പോൾ അത് വീണ്ടും എലിവേറ്റ് ആയെന്നും ഒക്കെ ആ സമയത്ത് മനസ്സിലായി. പക്ഷേ എന്താണോ അപ്പോൾ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് ഇറങ്ങിയപ്പോൾ സംഭവിച്ചത്. അത് ഹിറ്റാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതിൽ ഏതൊക്കെ വരികൾ ആളുകൾ ഏറ്റുപാടുന്ന കണക്ക് കൂട്ടിയിരുന്നു ആ വരികൾ തന്നെയാണ് ആളുകൾ ഏറ്റുപാടിയതും പിന്നെ റീൽസിലിട്ടതും ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ ഒരു പാട്ടിൻ്റെ കാര്യത്തിൽ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. അങ്ങനെ തെളിയിച്ചൊരു പാട്ടാണ്. ഈ കണക്കൂട്ടൽ തെറ്റിച്ച ചില പാട്ടുകളുണ്ട്. ഇപ്പോൾ എ ബനാനയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനൊരു പാട്ട് ശ്രദ്ധിച്ചതായിരുന്നു. മോഹസിൻ പരാരിയുടെ വരികളായിരുന്നു അതിനകത്ത്. ഫാലിമിയിലെ പാട്ട്. അതിൽ മഴവില്ലിലെ വെള്ളയെ നൊമ്പരപ്പമ്പര ചുറ്റലിൽ കണ്ടോന്നി, ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോന്നി. ഇത് ഒരു വേദിയിൽ ഞാനിതിൻ്റെ അർത്ഥം പറയുന്ന സമയത്ത് എനിക്ക് ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മഴവില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോന്നി. മഴവില്ലിൽ സത്യത്തിൽ വെള്ളയില്ല. അപ്പോൾ അത് ആ നൊമ്പര പമ്പര ചുറ്റൽ. നമ്മൾ പണ്ട് ഐസക് ന്യൂട്ടൻ്റെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. പ്രൈമറി കളേഴ്സൊക്കെ വെച്ച് കറക്കുമ്പോഴത്തേക്ക് ശരിക്കും വെള്ള കിട്ടുന്ന ഒരു പരീക്ഷണമുണ്ട്. അതേപോലെ കറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ചുറ്റൽ എന്ന് പറയുന്ന അത്രയും നൊമ്പരമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മഴവില്ലിൽ വെള്ളയെ കാണാൻ പറ്റി. അത്ര വലിയ ചുറ്റലാണ് അവർ നടത്തിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മോഹസിൻ എഴുതി. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറൽ കണ്ടോ നീ എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയ വേദന അനുഭവിക്കുന്ന ഒരു ചുറ്റൽ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പാട്ട് വരുന്നതെന്ന് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ പാട്ടിനെ കുറിച്ച് വിമർശിച്ചിട്ടാണ് ഒരുപക്ഷെ ഇതിൻ്റെ ടൈറ്റിൽ പോലും എ ബനാനെ ഒരു പൂ തരാമോ എന്ന് ചോദിച്ചതിനെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വിനായകനോടുള്ള ഏറ്റവും വലിയ സ്നേഹം മല്ലൂമിനാറ്റി എന്ന് പറയുന്നൊരു വാക്ക് നമുക്ക് തന്ന ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദരാഞ്ജലിക്ക് അപ്പുറത്തേക്ക് ഞാൻ ശരിക്കും വിനായകനെ ബഹുമാനിക്കുന്നത് മല്ലൂമിനാറ്റിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സത്യമല്ല. പക്ഷേ ആദരാഞ്ജലി വേറൊരു കോണ്ടസ്റ്റിൽ സംസാരിക്കേണ്ട ഈ മല്ലൂമിനാറ്റി എന്ന് പറയുന്ന വാക്കും പിന്നെ ഈ പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ ചില വാക്കുകളുണ്ട്. ഇപ്പോൾ പ്രേമക്കുടു എന്ന് നമ്മുടെ സുഹൈൽ കോയ എഴുതുന്ന സമയത്ത് അതൊരു ആ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ചില വാക്കുകളും പ്രയോഗങ്ങളുമായിരുന്നു പ്രയോഗിച്ചിരുന്നത്. വിനായകൻ്റെ എഴുത്ത് പലപ്പോഴും ഇപ്പോൾ ആരാധിക എന്ന് പറയുന്ന പാട്ടിൽ തന്നെ നമ്മൾ തുടങ്ങിയപ്പോൾ വിനായകൻ ഏത് തരത്തിൽ വേണമെങ്കിലും മാറാൻ കഴിയുന്ന ഒരു പാട്ടെഴുത്തുകാരൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് ആർട്ട് നന്നായി ഉപയോഗിക്കുന്ന ഒരാളാണ് വിനായകൻ. വിനായകൻ ശരിക്കും ഈ പുതിയ കാലഘട്ടത്തിലെ വാക്കുകൾ കിട്ടുമ്പോൾ വിനായകൻ അനുഭവിക്കുന്ന ഒരു ഹർഷം ഉണ്ടാവും. ഇത് നാട്ടുകാരൊക്കെ ഏറ്റുപാടുമ്പോൾ ഇപ്പോൾ ആദരാഞ്ജലികൾ നേരട്ടെ എന്ന് അതും ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൊരു പ്രേതപ്പാട്ട് ഇപ്പോൾ നിഴലായി പോലെയുള്ള പാട്ടുകളുണ്ട്, ഇപ്പോൾ ആകാശഗംഗയിലെ പാട്ടുകളുണ്ട്. ഈ പാട്ടുകളൊക്കെ പ്രേതപ്പാട്ടാവുമ്പോഴും ഒരു പ്രേതം വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ അനുഭവമാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ കിട്ടുമ്പോൾ ഹുക്ക് ലൈൻസ് കിട്ടുമ്പോൾ തോന്നുന്നൊരു സന്തോഷമില്ലേ? ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൻ്റെ വിമർശനങ്ങളെ എങ്ങനെ നോക്കിക്കാണും? ഞാൻ എപ്പോഴും കൊമേർഷ്യൽ പാട്ട് എഴുതുമ്പോൾ മനസ്സിൽ കാണുന്ന ഒരു മിക്സ് എന്ന് പറയുന്നത് ഫെമിലിയാരിറ്റിയും എന്നാൽ വെറൈറ്റിയും തമ്മിലൊരു മിക്സ് ഞാൻ നോക്കാറുണ്ട്. ഫെമിലിയർ ആയിട്ടുള്ളൊരു വാക്കായിരിക്കണം, എന്നാൽ ഫെമിലിയർ അല്ലാത്തൊരു സർക്കംസ്റ്റാൻസിൽ ആ വാക്ക് ഉപയോഗിച്ചാൽ അവിടെ ആ അപ്രതീക്ഷിതമായി ആ വാക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു അങ്ങനെയാണ് ക്യാച്ചി ആയിട്ടുള്ള ഹുക്ക് ലൈൻസ് എല്ലാം ഡെവലപ്ഡ് ആവുന്നത്. അപ്പോൾ ആ ഫെമിലിയാരിറ്റിയെ വെറൈറ്റിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആദരാഞ്ജലി ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല, ഇവിടെ ഉള്ള വാക്കാണ്. ഇല്ലുമിനാറ്റി ഇവിടെ ഉള്ള ഒരു വാക്കാണ്. ഇത് പ്രതീക്ഷിക്കാത്തൊരു പാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം, ആ രസത്തെ മല്ലുമിനാറ്റി ആ മല്ലു എന്ന വാക്കും ഇല്ലുമിനാറ്റി എന്ന വാക്കും കൂടെ അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു രസം, ആ രസം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം, അങ്ങനെ എഴുതുന്നതാണ്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ജെൻ ആൽഫയുടെ പാട്ടെന്നാണ് നമ്മുടെ ടോപ്പിക് അല്ലേ? ജെൻ ആൽഫ ആയിട്ടുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? ജനറേഷൻ ഒരാൾ പോലും ഇല്ല, ആൽഫ വേദിയിലും ഇല്ല, സദസ്സിലും ഇല്ല ജെൻ ആൽഫ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അവരെ പറ്റി സംസാരിക്കാം. നല്ല റെപ്രസെൻറ്റേഷൻ അല്ലേ? നല്ല റെപ്രസെൻറ്റേഷൻ. അത് തന്നെയാണ് നമ്മുടെ ഡിസ്കഷൻ പോയിന്റ്. കാരണം ആൽഫ കാലത്തെ പാട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പാട്ട് ശരിക്കും ഇപ്പോൾ ഇവിടുത്തെ വേദിയിൽ എത്തിയിരിക്കുന്ന ആൾക്കാർ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം, ഇല്ലെങ്കിൽ പാട്ടിനെ വിമർശിക്കുന്നവരായിക്കോട്ടെ. പക്ഷേ പാട്ടെന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഒരു വിഷയത്തിലൂടെ പോകേണ്ടതുണ്ട്. ചില വിപ്ലവ പ്രവർത്തനങ്ങൾ ഈ മലൂമിനാറ്റി പോലെയുള്ള വാക്കുകൾ കൊണ്ടുവരുമ്പോൾ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആലായൽ തറ വേണം ഇല്ലെങ്കിൽ വേണോ ഇല്ലെങ്കിൽ വേണ്ട, ഇത്തരത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തെ പാട്ടിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മൾ ഡിസ്കഷൻ ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. ആർട്ട് ഫോർ സൊസൈറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന ഡിസ്കഷൻസിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ കലാത്മകമല്ല എന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും പറയാൻ സാധ്യതയുള്ള ചില ഇടങ്ങളാണിത്. ഇത് കലയല്ല, ഇത് ഒരു തരത്തിലുള്ള മുദ്രാവാക്യമാണെന്നൊക്കെ പറയുന്ന സമയത്ത് അല്ല, കലാപ്രവർത്തനം അങ്ങനെയാണെന്ന് തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ സംസാരിക്കേണ്ടി വരുമോ, ഇല്ലെങ്കിൽ ഏത് തരത്തിലാണ് അതിനെ കാണുന്നത്? ഇതിൻ്റെ പൊളിച്ചെടുത്ത് എങ്ങനെയാണ് കലാത്മകമായി തന്നെ സാധ്യമാവുന്നത്? സൂരജ്, ഇത് വളരെ ഈ ആലായൽ തറ വേണോ എന്നതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതെൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു ടേക്കാണ്. ആലായൽ തറ വേണം ഏതൊരു മലയാളിയെ പോലെയും നമ്മളെല്ലാവരും കേട്ട് വളർന്ന ഒരു പാട്ടാണ് ആലായൽ തറ വേണം. എല്ലാവരും, ഞാനും അത് പാടിയിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാലം അത് പാടിയതിന് ശേഷം ഒരു CAA സമരത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ ഒരു പാട്ട് സമരം നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ പാട്ട് അവിടെ പാടുമ്പോഴത്തേക്കാണ് ചില സുഹൃത്തുക്കൾ ഇത് ചൂണ്ടിക്കാണുന്നത്, ഇത് ഇങ്ങനെ വേണോ, ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു, പേഴ്സണലി ഭയങ്കരമായിട്ട്. അത് ഞാൻ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ പോയി. ഞാൻ ഭയങ്കര പൊളിറ്റിക്കലാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോധ്യമുള്ള ആളാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ കാണിക്കുന്നതൊക്കെ ഇതൊക്കെയാണല്ലോ എന്നുള്ളൊരു ഭയങ്കരമുള്ളൊരു സ്വയം ഒരുപാട് ചിന്തിക്കേണ്ടി വന്നു, ഇതെങ്ങനെയായിരിക്കണം. അപ്പം ആ ഒരു ഫീലിങ്ങിൽ നിന്നാണ് ഞാൻ ഈ പാട്ടിനെ പറ്റി പഠിക്കുന്നത്. ഇതെവിടെ നിന്നാണ് ഉണ്ടായത്, ആരാണ് എഴുതിയത്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത്രയും പോപ്പുലറായ എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് പഠിച്ചു, റിസർച്ച് ചെയ്തു. ഇത് പൊതുവേ ധാരണ എന്ന് പറയുന്നത് കാവാലം നാരായണ പണിക്കർ എഴുതിയ പാട്ടാണെന്നാണ്. പക്ഷേ അല്ല, അദ്ദേഹം എഴുതിയ പാട്ടല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഈ എന്തുകൊണ്ട് തിരുത്തി എഴുതി, അപ്പോൾ ഈ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ പൂമാനിനി മാർഗളായാൽ അടക്കം വേണം എന്ന് പറയുന്ന പാട്ട് നമ്മൾ ഇനിയും എത്ര കാലം പാടേണ്ടതുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് പാടുന്നതാണ് എൻ്റെ ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം, ഇത് പഴയ പാട്ടല്ലേ, അപ്പോൾ പഴയ പാട്ടിന് അങ്ങനെ വിട്ടൂടെ എന്നൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ആർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് സാഹിത്യവുമുണ്ട്, സംഗീതവുമുണ്ട്.
അതെത്ര ശതമാനം വേണം എന്നുള്ളത് 50% സാഹിത്യമാണ്, 50% മ്യൂസിക്. ചിലർ ശതമാനം കണക്കൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് ടി പി ശാസ്ത്രങ്ങളിനെ പോലുള്ള ആൾക്കാരൊക്കെ ജീവിത ദേവരാജൻ മാസ്റ്ററിനെ കോട്ട് ചെയ്ത് പറയാറുണ്ട്. 49% പാട്ടും 51% സാഹിത്യവും. അങ്ങനെ ശതമാനക്കണക്കിലൊന്നും ഒരു അർത്ഥമില്ല. അത് വളരെ അബ്സേർഡായിട്ടുള്ളൊരു തോട്ടാണ് ആക്ച്വലി. ഇതൊരു റിലേഷൻഷിപ്പ് പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ടും വരികളും സംഗീതവും എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് പോലെയാണ്. ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് തുല്യതയിൽ 50-50%. പക്ഷേ അങ്ങനെയാണോ റിലേഷൻഷിപ്പ് ശരിക്കും വർക്ക് ചെയ്യുന്നത്? ചില സമയത്ത് വേറൊരു പാർട്ട്ണർ ചിലപ്പോൾ 80% എടുക്കേണ്ടി വരും, മറ്റേ പാർട്ണർക്ക് 20% പറ്റുള്ളൂ. ചിലപ്പം മറ്റേ പാർട്ട്ണറിന് 30% പറ്റുള്ളൂ, ചിലപ്പം മറ്റേ പാർട്ണർ 70% എടുക്കും. ഇതിപ്പോൾ അങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. തുല്യതയുടെ മാനദണ്ഡം അവിടെ നിൽക്കെ തന്നെ ഇങ്ങനെയൊക്കെയാണ് അത് റിയാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്കൊക്കെ പറഞ്ഞ് ആർട്ട് ആൻഡ് വാല്യൂ എന്നതിനോട്, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനോട്, മനസ്സിലാക്കൽ പോലും നടക്കുന്നില്ല എന്നോട് എനിക്ക് യോജിപ്പില്ല വ്യക്തിപരമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഇങ്ങനെ അപ്ലൈഡ് ആയിട്ടുള്ളൊരു പാട്ട് മനസ്സിലാക്കേണ്ടത് സാഹിത്യത്തെ വിമർശിച്ചുകൊണ്ട് മാത്രമാവരുത്. നമ്മൾ പൊതുവിൽ പാട്ട് വിമർശനം അല്ല ഇവിടെ നടക്കുന്നത്, സാഹിത്യ വിമർശനമാണ് നടക്കുന്നത്, അല്ലേ? പാട്ടിൻ്റെ അല്ലെങ്കിൽ പാട്ട് വിമർശനം നടന്നാൽ തന്നെ മാക്സിമം നമ്മൾ പോകുന്ന ആ രാഗത്തിലുള്ള പാട്ട്. രാഗം മാത്രമാണോ പാട്ട്? അല്ല. ഇപ്പം പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാൻ കിട്ടുന്ന പാട്ടെന്നൊക്കെ പറയാൻ നമ്മളിപ്പോൾ ഇന്നലെ ഒരു ആൽബം എല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പം കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ ഇൻഫ്ലുവൻസസ് നമ്മളുണ്ട്. അപ്പോൾ പാട്ട് വിമർശനം എന്ന് പറയുമ്പോൾ അത് മ്യൂസിക്കലിയും വിമർശിക്കണം. മ്യൂസിക്കലുള്ള വിമർശനം ഇവിടെ നടക്കുന്നേ ഇല്ല. ഇവിടെ വെറും സാഹിത്യ വിമർശനം അത് നടക്കേണ്ടതെന്നൊന്നല്ല എൻ്റെ അർത്ഥം. പക്ഷേ അത് പാട്ട് വിമർശനം എന്നാവരുത്, സാഹിത്യ വിമർശനം ആവണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. വിനായകൻ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടതുണ്ട്. കാരണം എ ബനാനെ ഒരു പൂ തരാമോ, അത് ബനാനയോട് പൂ ചോദിച്ചതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കൃഷ്ണ 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 രാധ കാമുക, അതിനകത്ത് വിമർശനം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് മഞ്ഞമുണ്ട് മടക്കി കുത്തി വന്നു എന്നുള്ളതാണ്. മടക്കി കുത്തി വരാൻ പറ്റും കൃഷ്ണന് എന്നുള്ളത് വേറൊരു പക്ഷമാണ്. പക്ഷേ അങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ? പിന്നെ ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള വിമർശനം കണ്ടത്, ഒരു ഇംഗ്ലീഷ് 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഏതായിരുന്നു വിനായക? അല്ലല്ല, കൃഷ്ണ കൃഷ്ണയിൽ വാട്ട് എ ട്രാജഡി. അത് ശരിക്കും പറഞ്ഞത് അജു ആണ്, പാട്ടുപാടിയ അജു പറഞ്ഞത് എന്താ വെച്ചാൽ വാട്ട് എ ട്രാജഡി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇതൊരു ഭക്തിഗാനമായിട്ട് തന്നെ ആൾക്കാർ എടുത്തേനെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു തരത്തിൽ ടി പി ശാസ്ത്രമംഗലത്തിൻ്റെ വിമർശനത്തെ നമ്മൾ എങ്ങനെയാണ് വിനായകൻ അഡ്രസ്സ് ചെയ്യുന്നത്? വിമർശിക്കുന്ന സമയത്ത് പറഞ്ഞ മോശം വാക്കുകൾ ആ വിമർശനത്തെ അപ്പാടെ അപ്രസക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനൊക്കെ അത് മെറിറ്റിലെടുക്കാത്തത് അതിനോടൊപ്പം വ്യക്തിപരമായി അധിക്ഷേപിച്ചു. വ്യക്തിപരമായ അധിക്ഷേപത്തോട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. വിയോജിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്തെങ്കിലും മെറിറ്റ് വിനായകൻ കാണുന്നുണ്ടോ? ഈ പോയിന്റ് കൊണ്ട് തന്നെ വ്യക്തിപരമായൊരു അധിക്ഷേപമായി അത് മാറി എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് അന്ന് തന്നെ തീരുമാനിച്ചിരുന്ന ഒരുപാട് പേര്. ഈവൻ മീഡിയ എന്നൊക്കെ അതിൻ്റെ റെസ്പോൺസ് വയ്ക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അതാണത്. എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നൊരു വാക്ക് അതിൽ വന്നതുകൊണ്ട് അതിന് മറുപടി കൊടുക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാം. ഇതൊരു ഭക്തിഗാനമല്ല. ഇപ്പോൾ കൃഷ്ണയുടെ പാട്ട്, കൃഷ്ണ സിനിമ കണ്ടവർക്കറിയാം, അതൊരു തമാശ പാട്ടാണ്. കല്യാണം മുടക്കാൻ ഒരുപാട് പേര് ചുറ്റിലും നിൽക്കുക, ആ കല്യാണം നടത്താൻ പിന്നെ ആ സമയത്ത് കൃഷ്ണനോട് മാത്രമേ ഗുരുവായൂരിൽ നിന്നുകൊണ്ട് ആ ക്യാരക്ടറിന് പറയാനുള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ട് കൃഷ്ണനോട് പാടുന്ന ഒരു പാട്ട്, അതൊരു തമാശ പാട്ടാണ്. അപ്പോൾ ആ തമാശപ്പെടുന്ന സെൻസിൽ അത് എടുക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് മലയാളികൾ എല്ലാവരും മിക്കവരും എടുത്തിരിക്കുന്നത്. പിന്നെ വേറെ സെൻസിൽ ആ പാട്ട് എടുക്കേണ്ടത് ആർക്കാണോ ആവശ്യം, അവർ കഷ്ടപ്പെട്ടത് വേറെ സെൻസിൽ എടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരു കോമഡി പാട്ടാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒന്ന് പറയാം, റഫീഖ് സാർ സംസാരിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഈ പാട്ടിന് അല്ലാതെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഈ സിനിമയുമായി ബന്ധപ്പെടാത്തൊരു എക്സിസ്റ്റൻസ് പാട്ടിനുണ്ട്. അത്തരത്തിൽ സിനിമ കാണാതെ തന്നെ നമുക്ക് പാട്ടിനെ ആരാധിക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടു നടക്കുന്ന ഇപ്പോൾ പഴയതിലും പുതിയതിലും ഒക്കെ അങ്ങനെ പാട്ടിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ആ സിനിമയായിട്ട് യോജിക്കുന്നതാവണമെന്നില്ല. പാട്ടല്ലാതെ തന്നെ ഭയങ്കര രസമായിട്ട് നിൽക്കുന്ന ഫിലോസഫീസ് എഴുതിയിരുന്ന ഒരുപാട് കാലമുണ്ട്. അവിടെ നമ്മൾ അതെങ്ങനെ ആൾക്കാർ എടുത്തു എന്നുള്ളതും, ചിലരൊക്കെ ബീഡി വലിക്കാൻ പോയ സാഹചര്യമുണ്ട്. 10-18 ബീഡിയൊക്കെ വലിച്ച ആൾക്കാർ വരെയുണ്ട് സിനിമകളിലൊക്കെ. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരു തരത്തിൽ ആസ്വദിച്ചിരുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു, അക്സെപ്റ്റ് ചെയ്തവരുണ്ടായിരുന്നു, അല്ലാത്തവരുണ്ടായിരുന്നു. പക്ഷേ പാട്ടിനല്ലാത്ത ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ സിനിമയിൽ നിന്ന് മാറിയിട്ട്? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങളെയൊക്കെ തെറ്റായി എടുക്കുമോ? ഇപ്പോൾ തന്നെ വിനായകൻ എഴുതുകയാണ്, വഴിതെറ്റാനുമുണ്ട് അവകാശം എന്നെഴുതുന്ന സമയത്ത് വഴിതെറ്റുന്നവരുടെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്. ആ വഴിതെറ്റലുകളെ നമ്മളൊന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് പോലെ ആയി പോവില്ല എന്നൊരു ആശങ്ക വിനായകനുണ്ടോ?
ആ ആസ്പെക്റ്റിൽ? ഇല്ല, എൻ്റെ മുമ്പിൽ ഒരു പാട്ട് എഴുതാൻ കിട്ടുമ്പോൾ ആ സമയത്ത് ആ സിനിമയുടെ സിറ്റുവേഷൻ എനിക്ക് പറഞ്ഞു തരുന്ന സംവിധായകനും അതിൻ്റെ ട്യൂൺ എനിക്ക് തരുന്ന മ്യൂസിക് ഡയറക്ടറും അതിനുവേണ്ടി കാശ് മുടക്കി അത് ഇറങ്ങി സക്സസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിർമ്മാതാവും മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ ഇവരോട് നീതി പുലർത്തുന്ന ഒരു പ്രൊഡക്റ്റ് ചെയ്യണം. ആ പ്രൊഡക്റ്റ് സിനിമയിൽ ഇൻ ദി എൻഡ് ഓൺ ദ ടോട്ടാലിറ്റി നോക്കുമ്പോൾ അത് തെറ്റായ രീതിയിലുള്ള സന്ദേശം കൊടുക്കരുത് എന്നൊരു അഡീഷണൽ പോയിന്റ് ഞാൻ നോക്കാറുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പാട്ട് എത്രത്തോളം കാലം ജീവിക്കുമെന്നോ, ഇത് 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെ ആണ്, അല്ലെങ്കിൽ ഈ കോണ്ടെക്സ്റ്റ് ചെയ്യുന്ന അടർത്തി മാറ്റി വേറെ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമെന്നൊന്നും ചിന്തിക്കാറില്ല. അത് ചിന്തിക്കാനുള്ള സമയവും കിട്ടാറില്ല. ഇപ്പോൾ ഈ ആവേശം എന്നുള്ള സിനിമയിൽ ഈ മാതാപിതാക്കളെ മാപ്പ് എന്നുള്ള പാട്ടിൻ്റെയാണ് ഈ വരി പറഞ്ഞത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 18 വർഷം സ്വന്തം വീട്ടിൽ സ്വന്തം ചുവരുകൾക്കുള്ളിൽ ജീവിച്ചിട്ട് 19ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പുതിയൊരു സിറ്റി പോയി പുതിയൊരു കോളേജിലേക്ക് ചേർന്ന് ഒരു പുതിയ സൗഹൃദം ഒക്കെ കിട്ടുന്ന ആ ഒരു ഏജുള്ള, ആദ്യമായിട്ട് അഡൾട്ടായി മാറിയിട്ടുള്ള ആദ്യത്തെ 2-3 വർഷം ആ ഫീലുള്ള യുവാക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം കൂട്ടിലിട്ടിട്ട് പെട്ടെന്ന് തുറന്നു വിടുന്ന ഒരു പക്ഷി കൃത്യമായി പറക്കുന്നതിന് മുമ്പ് ആദ്യം അലക്ഷ്യമായിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറും. പെട്ടെന്ന് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തോന്നിയ പോലെയൊക്കെ എല്ലാ നിയമങ്ങളെയും ബ്രേക്ക് ചെയ്തുകൊണ്ടൊന്ന് പാറിയിട്ട് പിന്നെ അത് സ്റ്റഡിയാവും. അപ്പോൾ നമ്മൾക്ക് 21ാമത്തെ 22ാമത്തെ വയസ്സിൽ സ്റ്റഡി ആവുമായിരിക്കാം. പക്ഷേ 18 തൊട്ട് 20 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് നമുക്ക് ആ യൂത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം സ്റ്റഡി അല്ലാത്ത രീതിയിൽ അപ്പം കിട്ടിയ ഫ്രീഡം സെലിബ്രേറ്റ് ചെയ്യാനേ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂരിൽ എത്തിപ്പെടുന്ന 3 പേരുടെ അപ്പോഴത്തെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ മാപ്പ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതാലോചിക്കണം, മാപ്പ് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത എൻ അധികാരം, വഴി തെറ്റാനും ഉണ്ടവകാശം, സുഖ സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം എന്നുള്ളത് അടുത്ത 2-3 വർഷത്തെ അവരുടെ പഞ്ചവത്സര പദ്ധതിയല്ല, ഒരു 3 വർഷത്തെ പദ്ധതി അവരൊന്ന് മുൻകൂറായിട്ട് അനൗൺസ് ചെയ്തെന്ന് കൂട്ടിയാൽ മതി. അത് 18 വയസ്സാകുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഈ പറയുന്ന മാതാപിതാക്കൾ പോലും 18 വയസ്സായിരുന്ന കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഈ പ്രേമക്കുടു എന്ന വാക്കിനെ പോലെ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നന്മകനെ എന്ന് നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കാറില്ല. ഇത്തരത്തിലൊക്കെ എഴുതുന്ന സമയത്ത് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചൊക്കെ നടക്കുകയും ഭാഷ വളരെയൊക്കെ ചെയ്യുമെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഞാനൊക്കെ കരുതുന്നത് പുതിയ വാക്കുകൾ അങ്ങനെയെങ്കിലും മലയാളത്തിലേക്ക് വരട്ടെ. നമ്മൾ മലയാളത്തിലേക്ക് വാക്കുകൾ വളരെ കുറവാണ് വരുന്നത്. അക്കാര്യത്തിൽ പുതിയ വാക്കുകളൊക്കെ കിട്ടുന്ന സമയത്ത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ വിനായക? ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന, എന്നെപ്പറ്റി വിശ്വസിക്കുന്ന കാര്യം, ഞാനൊരു സിനിമാക്കാരനാണ്, ഞാനൊരു സാഹിത്യകാരനല്ല. ഞാനൊരു പാട്ടെഴുത്തുകാരനാണ്, ഞാനൊരു കവിയല്ല. ഒരു പാട്ടെഴുത്തുകാരനാവുന്ന ഒരു സിനിമാക്കാരനാവുന്നതും ഒരു കവിയോ സാഹിത്യകാരനോ ആവുന്നതിനേക്കാൾ എന്തോ കുറഞ്ഞൊരു കാര്യമാണെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. ഒരാൾ മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജോലി ചെയ്യുന്നുണ്ടെന്ന് ഈ ലോകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ പാട്ട് എഴുതുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളർന്നൊരു തലമുറയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിക്ക് ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും കൂടുതൽ സിനിമ കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കവിത വായിക്കുന്നതിനേക്കാളും കൂടുതൽ പാട്ട് കേൾക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എഴുത്തുകാരൻ എന്ന DNA അങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ പാട്ട് എഴുതാനിരിക്കുമ്പോൾ കവിത വന്ന് ശല്യപ്പെടുത്താറില്ല എന്നെ. അതുകൊണ്ട് പരമാവധി പാട്ട് തന്നെ എഴുതി തീർക്കാൻ പറ്റാറുണ്ട്. എന്ന് പറഞ്ഞ് പാട്ടിൽ കവിതാംശം ഉണ്ടാകാൻ പാടില്ല എന്നൊന്നുമില്ല. കവിതാംശം വേണ്ട പാട്ടുകളിൽ കവിതാംശം വേണം, കവിതാംശം വേണ്ടാത്ത പാട്ടുകളിൽ അതിനടുത്ത് മാറ്റിയും വെക്കണം. ആ ഒരു നിഷ്കർഷ പുലർത്തണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ ഞാൻ നല്ല മലയാളത്തിൽ എഴുതുന്ന ഒരാളാണെന്നും എനിക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. നല്ല മലയാളം എന്നൊന്ന് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഭാഷ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ലല്ലോ. എല്ലാം ഇപ്പോൾ തിരുത്തി എഴുത്തിനെ പറ്റിയാണ് സൂര്യചേട്ടൻ പറഞ്ഞത്. നമ്മൾ എല്ലാം തിരുത്തി എഴുതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഭാഷ അങ്ങനെ തിരുത്തി എഴുതി വന്നതാണ്. ഇപ്പോൾ ആലായാൽ തറ വേണം എന്നുള്ള തറ വേണോ എന്ന് തിരുത്തി എഴുതാനുള്ള അവകാശം നമുക്കുണ്ട്. ഈ നമ്മൾ ആരാധിക്കുന്ന മതഗ്രന്ഥങ്ങൾ വരെ തിരുത്തി എഴുതിയാണ് പുതിയ വെർഷനുകൾ ഉണ്ടാക്കിയാണ് നമ്മളിവിടെ വരെ എത്തിയത്. അപ്പോൾ അങ്ങനെ അബ്സല്യൂട്ട് എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ബാക്കി അവരുടെ വ്യാഖ്യാനത്തിനും അവരുടെ ഇഷ്ടമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ന വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പുതിയ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു തരം ഒരു ഈ അക്കാഡമിക് ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു മുതിർന്ന അവർ എല്ലാം തികഞ്ഞത് എല്ലാം അറിയാം എന്നൊരു ബോധ്യത്തിൽ നിന്നും കൂടി ഉണ്ടാവുന്നതാണ് ആ ഒരു തോട്ടം എന്ന് പറയുന്നത്. ബേസിക്കലി മുന്നേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മഴ എന്ന് പറയുന്നത് മയ എന്നും പറയാം. അതിപ്പം ട്രിവാൻഡ്രത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പം അവിടെ നിങ്ങൾ ഈ പൂവാറ് അങ്ങോട്ടേക്ക്, അതായത് കുഴിത്തുറ വരെയുള്ള സ്ഥലത്തേക്ക് പോയി ഒരു വങ്കാള നമസ്കാരം എന്ന് പറയും. അതും ഉപയോഗിക്കാം പാട്ടിൽ, മനസ്സിലല്ല. അപ്പോൾ അവിടെ മാമൻ്റെ മൈനീരെ കല്യാണത്തിന് പോയിരുന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് അങ്ങനെയും ചോദിക്കാം, അങ്ങനെയും പാട്ട് എഴുതാം. അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന ആ ഭാഷ എന്ന് പറയുന്നത് തമിഴിൻ്റെയും മലയാളത്തെയും വളരെ ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ
അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാവും. അതിൽ നിന്നും കടം കൊണ്ട് പദങ്ങൾ എടുത്ത് നമുക്ക് പാട്ടുണ്ടാക്കാം. അതങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ നമ്മളിങ്ങനെ നമുക്ക് എല്ലാം തികഞ്ഞു പറഞ്ഞൊരു ബോധ്യത്തിൻ്റെ അളവുകോല് കൊണ്ടുവന്നിട്ട് അളർന്നിട്ട് ഇത് ശരിയാണ്, ഇത് ശരിയല്ല, ഈ ശരിയാണ് ശരിയല്ല എന്ന് പറയുന്നത് പോലും അങ്ങനൊരു ബൈനറിയിലാണോ നമ്മൾ കലയെ കാണേണ്ടതെന്നൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലോ അവിടെ. അങ്ങനെ അല്ലല്ലോ കാണേണ്ടത്. ഇപ്പോൾ സൂരജ് ഇപ്പോൾ തെലുങ്കിലാണ് ആദ്യം പാടിയത്, പിന്നെ തമിഴ് പാടുന്നു, പിന്നെ മലയാളത്തിലേക്ക് വരുന്നു, കന്നഡ സോങ്സ്, അതേപോലെ ഒരുപാട് ഭാഷകളിൽ പാടുമ്പോൾ ഭാഷയോടുള്ളൊരു സ്നേഹവും കൂടെ വളരും. മറ്റു ഭാഷകളുടെ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ. കാരണം അർത്ഥം മനസ്സിലാക്കി പാടുന്ന ഒരാളാണ് സൂരജ്. അപ്പോൾ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ വൊക്കാബുലറി ശരിക്കും കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാഷ കുറച്ചുകൂടെ വളരണമെന്ന് നമുക്ക് മറ്റു ഭാഷകൾ വളർന്നു കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. തമിഴൊക്കെ കുറച്ചുകൂടെ വാക്കുകളിലൊക്കെ വരുമ്പോൾ അവർ പുതിയ പുതിയ വാക്കുകൾ സിനിമയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് അത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും കുറച്ചുകൂടെ വളരണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആണത്തം എന്ന് പറയുന്ന വാക്കിനെതിരായിട്ട് പെണ്ണത്തം എന്ന് പറയുന്ന വാക്കുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും പോലെ പുതിയ വാക്കുകൾ വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഈ മറ്റു ഭാഷകളിലൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭാഷയും ഒന്ന് വിലയിരുത്തുമല്ലോ. നമ്മുടെ ഭാഷയ്ക്കും പലതരത്തിലുള്ള സൗന്ദര്യങ്ങളും വഴക്കങ്ങളും ഉണ്ടാവാം. ഒരുപക്ഷെ സൂരജിൻ്റെ പഠിക്കാനുള്ള ശേഷി, മറ്റു ഭാഷകളൊക്കെ പഠിക്കാനുള്ള ശേഷി അങ്ങനെ കൂടെ വളർന്നതായിരിക്കാം. എങ്ങനെയാണ് ആ എക്സ്പീരിയൻസിനൂടെ പറയുന്നത്? അല്ല, എനിക്ക് വേറെ ഭാഷയൊന്നും അത്ര നന്നായിട്ട് അറിയില്ല. മലയാളവും തമിഴും കുറേശ്ശെ ഇംഗ്ലീഷും ഒക്കെ അറിയാമെന്നുള്ളൂ. ഇപ്പം തെലുങ്കിലും കന്നഡയിലും ബഡുക എന്ന് പറഞ്ഞൊരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്, അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് ഈ ഭാഷകളൊന്നും സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ അറിയില്ല. പക്ഷേ തെലുങ്കും കന്നഡയൊക്കെ കേട്ടാൽ മനസ്സിലാവും, കുറേശ്ശെയൊക്കെ പിടിച്ച് നിൽക്കാമെന്നുള്ളേ ഉള്ളൂ. പക്ഷേ ചില സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പിന്നെ പലപ്പോഴും മറ്റ് ഭാഷകളിൽ പാടുമ്പോഴത്തേക്കും ടോട്ടാലിറ്റിയിൽ എന്താണ് ഇതിൻ്റെ ഫീലിംഗ് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കാറുള്ളൂ. പിന്നെ അത്ര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ വേർഡ് ബൈ വേർഡൊക്കെ ചിലതിനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എല്ലാ പാട്ടുകളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ടൊന്നും അല്ല പാടുന്നത്. ബേസിക്കലി എന്നെ ആദ്യം ഞാനൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക്കാണ് ഞാൻ ആദ്യം അതിനകത്തുള്ള അത് ഞാൻ കൂടുതൽ മ്യൂസിക്കലായിട്ടാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന എങ്ങനെയാണ് അതിൻ്റെ മെലഡി കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ പുറകെ പോകുന്ന ഹാർമണി എന്താണ്, അതിലെങ്ങനെയാണ് അതിൻ്റെ റിതം സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഹാർമണിക്കൽ അറേഞ്ച്മെൻറ്റ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര ടെക്നിക്കലായിട്ടാണ് ഞാൻ ആദ്യം പാട്ടിനെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ സാഹിത്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഞാൻ എൻ്റെ കണ്ണ് അവിടെയാണ് ആദ്യം ഉടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അങ്ങനത്തെ എക്സ്പേർട്ടായിട്ടുള്ള ആളല്ല മറ്റ് ഭാഷകളിൽ. പക്ഷേ തീർച്ചയായും മലയാളത്തിലേക്ക് ഇപ്പം ഞാൻ പലപ്പോഴും പണ്ട് നമ്മൾ റഹ്മാൻ്റെയൊക്കെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും അൻപേ അൻപേ കൊല്ലാതെ ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് അതിനടുത്തേക്ക് ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ വാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മലയാളത്തിലെ പാട്ടുകളിൽ ആ പാട്ട് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെ എത്ര പേര് അങ്ങനത്തെ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡൗട്ട്ഫുള്ളാണ്. ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഉദാഹരണം ഞാൻ പറയുന്നില്ല, വിട്ടേക്കാം. അപ്പോൾ അത് വളരെ ഒരു അത് ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഒരു നല്ല ബാലൻസിൽ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും എന്നാണ്. അത് സ്വീകരിക്കപ്പെടേണ്ട കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വിനായകൊക്കെ സുഹേൽ കോയൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അങ്ങനത്തുള്ള വാക്കുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രേമകുടുവിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ സന്തോഷ് വർമ്മ, അങ്ങനെ കുറേ ആൾക്കാർ ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഈ സിനിമ പാട്ടുകൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ പക്ഷം. പാട്ട് പാടാനുള്ള സമയം ഉയിരിൽ തൊടും അൻവർ അലി സാറിൻ്റെ അസാധ്യമായ വരികളാണ്. നിങ്ങൾ ഏറ്റ് പാടുമോ? ഉയിരിൽ തൊടും കുളിർ വിരലാവണേ നീ അരികെ നടക്കണേ അലയും ചുടുക്കാറ്റിനു കൂട്ടിണയായി നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാ നദിയായാരും ഹൃദയതാരമതിൽ ഉരുകി നാമെന്നാരും കേൾക്കാ പ്രണയജാലകഥ പലവുരു പറയുമോ. ഈ റൊമാൻറ്റിക് സോങ് ഒക്കെ പാടിയിട്ട് നേടുന്ന സ്നേഹവും പ്രേമവും ഒക്കെ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് സൂരജ്? ഇവിടെ ഈ ഭാഗത്ത്
വിനായകൻ്റെ എഴുത്ത് ഇതേപോലെ തന്നെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കും. ആരാധിക എന്ന് പറയുന്ന പാട്ടൊക്കെ കേട്ടിട്ട് ആരാധകർ വരുമല്ലോ. ഈ ആരാധനയൊക്കെ നമ്മൾ പലതരത്തിലാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. വിനായകൻ ആരാധകരെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? അവരോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു ചെറുപ്പക്കാരനായ ഒരു പാട്ടെഴുത്തുകാരൻ അല്ലെങ്കിൽ ഗായകനൊക്കെ പാടുമ്പോൾ അത് വ്യക്തിപരമായി കൂടെ ആരാധന വളരാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സിംഗറിന് കിട്ടുന്ന അത്രയും ആരാധകരൊന്നും പാട്ടെഴുത്തുകാരന് കിട്ടാത്തതുകൊണ്ട് എനിക്ക് കൊണ്ടുവയ്ക്കാൻ സ്പേസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ആരാധന എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ പോലെ വളരെ പേഴ്സണലായിട്ടൊരു കാര്യമാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ ഏത് സമയത്താണോ ആ വ്യക്തി കേൾക്കുന്നത്, ആ സമയത്ത് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ്, ആ സമയത്തുള്ള മൂഡ് എന്താണ്, പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് ആ പാട്ട് എന്ത് രീതിയിലാണ് അവർ സ്വീകരിക്കുന്നത്. അത് നമ്മളോട് വന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പലരെയും ആരാധിക്കുന്ന പലരെയും അടുത്ത് പോയിട്ട് ഇന്നത് കാരണം ഇന്ന പാട്ട് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് വളരെ കോൾഡ് റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് ആദ്യം. അപ്പോൾ എനിക്കിത് പണ്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്ര ഒന്ന് പറഞ്ഞിട്ടും എൻ്റെ ലൈഫിന് എത്രമാത്രം അവരുടെ സൃഷ്ടി സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ കേട്ട് ശീലിച്ചുകൊണ്ടാണോ എന്താണെന്നൊക്കെ എനിക്ക് അന്ന് സംശയം തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായി നമുക്കത് മനസ്സിലാവില്ല. വേറൊരാളുടെ ഓക്കെ അവരത് ടച്ച് ചെയ്തു, നമുക്കത് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ടച്ച് ചെയ്യാത്ത ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലല്ലാത്തൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ ഇപ്പോൾ തനിയെ മിഴികൾ എന്നുള്ള പാട്ട് ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട്, സൂര്യചേട്ടനും വരുന്നുണ്ടാവും. ഒരുപാട് പേരുടെ ചിലരത് കേട്ട് കരയുകയാണ്, ചിലരത് കേട്ട് ചിരിക്കുകയാണ്, ചിലരത് കേട്ട് കരഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തോ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ നമ്മളൊരു അറിയാതെ ഒരു നിമിത്തമായതിൽ ഒരുപാട് സന്തോഷം എന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടില്ല. അവരുടെ ലൈഫ് അവരുടെ ലൈഫാണല്ലോ. അവരുടെ പെയിൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം പറഞ്ഞാലും നമുക്കത് അവരെപ്പോലെ ആ പെയിൻ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ദെയർ പെയിൻ. അപ്പോൾ അവരുടെ പെയിനിൽ അതൊരു റിലീഫ് ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഹാപ്പി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് അവരിലേക്ക് വിടുന്നു. ഈ പറഞ്ഞ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞ പോലെ വൺസ് ഇറ്റ്സ് റിലീസ്ഡ് ഇറ്റ്സ് ദേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകാം എന്നുള്ളതേ ഉള്ളൂ. ഒരു ഘട്ടത്തിലേക്കൂടെ പോവേണ്ടതുണ്ട് നമ്മൾ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ശരിക്കും ഇപ്പോൾ കുറച്ച് സീൻ മാറി. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് അറിവിനെ കാണുന്ന സമയത്ത് അറിവിനോട് ഞാൻ ചോദിച്ചു, അറിവ് നമ്മളെയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വേടനുണ്ട്, ഡെപ്സി ഉണ്ട്, ബേബി ജിനുണ്ട്. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് വന്നതിൽ അറിവിൻ്റെയൊക്കെ എൻജോയ് എൻജാമിക്കൊക്കെ ഒരു സ്വാധീനം ഉണ്ടല്ലോ അറിവേ എന്ന് പറഞ്ഞപ്പോൾ അറിവ് എന്നോട് പറഞ്ഞു, അതങ്ങനെയല്ല. നിങ്ങളുടെ മ്യൂസിക് മോജോയും നിങ്ങളുടെ തൈക്കൂടം പ്രജുവൊക്കെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും ഇൻസ്പയർഡ് ആയെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വളർന്നു. ഇപ്പോൾ മ്യൂസിക് മോജോ ഒരു ഐക്കണാണ് നമ്മുടെ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ. ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ മ്യൂസിക് മോജോ ഒരു ഐക്കണായി വന്നിട്ടുണ്ട്. അതിലൊരുപാട് കലാകാരന്മാർ, നിങ്ങളുടെ ട്രൂപ്പ് തന്നെ ശരിക്കും തുടങ്ങുന്നത്. ഞാനിപ്പോൾ ആ ബാൻഡിൻ്റെ ഭാഗമല്ല. ആ സമയത്ത് നിങ്ങൾ ഒരു 5-6 വർഷം അതിനകത്ത് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വളരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കുറേ പേരുകൾ പറയാൻ വേണ്ടിയിട്ട് വളർന്നു. ഒടുവിൽ കരിമ്പുലി എന്ന് പറയുന്ന ഗബ്രി വരെ വന്നു. അപ്പം അതൊരു നല്ല മാറ്റമല്ലേ? നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഏരിയയിൽ സിനിമാ സംഗീതത്തിനപ്പുറത്തേക്ക് വളരാൻ നമ്മളെ സഹായിക്കില്ലേ? അതെങ്ങനെയാണ് നോക്കിക്കാണാം? തീർച്ചയായും. ഈ സിനിമ, ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, സിനിമ സംഗീതം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അതിന് അപ്പുറത്തേക്ക് അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സംഭവിക്കാണ്ടിരുതെന്നൊന്നും ആർക്കും ആഗ്രഹമില്ല, അങ്ങനൊന്നും ചിന്തിക്കുന്നുമില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി സിനിമ പാട്ടുകൾ ഉണ്ടാകുന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ്. സിനിമയുടെ കഥാഗതികൾക്കനുസരിച്ച്, സിനിമയുടെ സന്ദർഭത്തിനനുസരിച്ച് ഉണ്ടാക്കുന്ന സാധനം മാത്രമാണത്. ഇനി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഇപ്പോൾ സ്വതന്ത്ര സംഗീതം, സ്വന്തമായി സംഗീതം ഉണ്ടാക്കുന്നുണ്ട്. അതിനൊക്കെ അക്സെപ്റ്റൻസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് സീൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആസ് ഇൻ ലിസണേഴ്സ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സ്പോട്ടിഫൈയുടെ തന്നെ ഒഫീഷ്യൽ അവർ പുറത്തുവിട്ട റെക്കോർഡ് പ്രകാരം മലയാളം മ്യൂസിക്കാണ് ഏറ്റവും കൂടുതൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ എത്രയോ ശതമാനം വളർന്നു കഴിഞ്ഞു കേൾക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിൽ മലയാളം മ്യൂസിക് അത്രയും വലുതാണ്, അത്രയും പ്രചാരം കിട്ടിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാന പങ്ക് ലിസണിങ്ങും പോകുന്നത് ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്കും കൂടിയാണ്. അപ്പോൾ അത് ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണത് വളരാൻ കാരണം അവിടെ നമുക്ക് ഈ ആരുടെയും ആവശ്യത്തിനനുസരിച്ച് എഴുതേണ്ടതായോ ചിട്ടപ്പെടുത്തേണ്ടതായോ വരുന്നൊരു സംഗതിയില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, എന്താണോ പറയാനുള്ളത്, എങ്ങനെയാണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവിടെ പറയാം. പിന്നെ അവിടെയും കമേഴ്ഷ്യൽ മ്യൂസിക്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ കമേഴ്ഷ്യൽ വാല്യുള്ള മ്യൂസിക് ഉണ്ടാച്ചാൽ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇത് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കപ്പെടണം. ഒരുപാട് പേർ കേൾക്കപ്പെടണമെങ്കിൽ അതിലെന്താണ് ചേരുവകൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാലം പാട്ടുണ്ടായി കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുന്നു. പക്ഷേ അതങ്ങനെ വേണോ,
അതോ നിങ്ങളുടെ ബോധ്യത്തിനനുസരിച്ച് മാത്രം മതിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഉണ്ട്. യെസ്, അപ്പം സമ്മറൈസ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനാണ് ഭാവി. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനേ ഭാവിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഇൻഡി സോങ് ഇഷ്ടമുള്ളത് ഞാൻ ആലായാൽ പഠിപ്പിക്കാനുണ്ട്, പക്ഷെ അത് വേണമെങ്കിൽ ഇപ്പോൾ പാടിയാൽ കുറച്ചുകൂടെ ഒരു ഓഡിയൻസിനെ കൂട്ടാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് വേറെ പാട്ട് പാടാം. നല്ല ഐഡിയ. എൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് ആൽബം ദ ജിപ്സി സൺ എന്നാണ്. അതിൽ 5 പാട്ടുകളാണുള്ളത്. അതിലൊരു മൾട്ടി ലിംഗ്വൽ ആൽബമാണ്. അതിൽ ഒരു പാട്ട് പാടാം. അരികെ നീ അരുമയായി അഴകോലും മോഴിയാളായി ഇമനീളെ പടർന്നാടായി ഇളമതി ലിപിയാളായി ഉയിരിൽ നീ ഉരുവായി. അങ്ങനെ പോകുന്നു. ബാക്കി പാട്ട് നിങ്ങൾ കേൾക്കുക സമയം പോലെ. വിനായക്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ കുറിച്ചുള്ള വിനായകൻ്റെ കമൻറ്റ്. നേരത്തെ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സിനിമയിലിപ്പം ഡിപ്പെൻഡൻറ്റ് മ്യൂസിക്കാണ് സിനിമയിലുള്ളത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പാട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള നിലപാടുകളോ നമുക്ക് എഴുതാൻ ആഗ്രഹമുള്ള കാര്യങ്ങളോ ചിലപ്പോൾ 1% പാട്ടിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം സിറ്റുവേഷന് വേണ്ടി നമ്മൾ ഒരു സിനിമാക്കാരനായി മാറിക്കൊണ്ട് ചെയ്യുന്ന സൃഷ്ടിയാണ് സിനിമാ പാട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അത്രത്തോളം ഹർഡിൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അവർക്ക് മനസ്സിൽ തോന്നുന്നതിനെ പറ്റി പറയാൻ ഇപ്പോൾ ഉള്ള ഹിപ്പ് ഹോപ്പ് കൾച്ചറിലൊക്കെ അവർ ചെയ്യുന്നതാണല്ലോ. മനസ്സിൽ തോന്നുന്നത് അവരുടെ മ്യൂസിക്കിലൂടെയും അവരുടെ ആർട്ടിലൂടെയും എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിന് ഫ്യൂച്ചർ ഉണ്ട്. സിനിമ പാട്ടിനും ഉറപ്പായിട്ടും ഫ്യൂച്ചർ ഉണ്ട്. കാരണം സിനിമ ഇവിടെ ഒരുപാട് കാലം ഉണ്ടാവും. സിനിമയുള്ള കാലത്തോളം സിനിമയിൽ പാട്ടും ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് മലയാളത്തിൽ ഇപ്പോൾ വേൾഡ് ഓവർ അതാണല്ലോ ഉള്ളത്. മലയാളത്തിലും ഇപ്പോൾ ഇതുവരെ ഉള്ളതിനേക്കാളൊക്കെ കൂടുതൽ ശക്തമായി അത് ഭാവിയിൽ എനിക്കൊന്ന് സിനിമ പാട്ടിനേക്കാളും കൂടുതൽ വേണം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. സിനിമ പാട്ടിൽ പ്രേക്ഷകരും ഡിപ്പെൻഡൻ്റ് ആണ്. പാട്ട് കിട്ടാൻ സിനിമയിലാണ് ഡിപ്പെൻഡൻറ്റ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് സിനിമാ പാട്ടിൽ കുറച്ച് അത് സിനിമ പാട്ട് പഴയ പോലെ വരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ആശങ്കകൾ. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അതുപോലെ തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പുറം സൈഡിൽ കൂടെ സപ്ലൈ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 2 സ്ഥലത്തുനിന്ന് സോഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്തായാലും പ്രേക്ഷകർക്കും ആവശ്യമാണ്, ക്രിയേറ്റേഴ്സിനും ആവശ്യമാണ്. ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ചെയ്ത ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ഉണ്ട്. അപ്പോൾ യെസ്, അതിനു വേണ്ടിയും ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് ഓൾസോ ഐ എം ലുക്കിംഗ് ഫോർവേഡ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡാപ്സിയുടെ സംഗീതം പറയുകയാണെങ്കിൽ ഇത് മലയാള ഭാഷയെ ഭയങ്കര കൂളാക്കുന്നുണ്ട്. അതായത് മലബാറി സ്ലാങ് ഒക്കെ ഭയങ്കര കൂളാണ്, വെരി മച്ച് ഇന്നാണ്. ശുഗം ഒരു ശരിയുണ്ടെന്ന് പറയണതൊക്കെ ഭയങ്കര കൂളാണ് അല്ലേ? നമുക്ക് അങ്ങനെയും പറയണ്ടേ? അങ്ങനത്തെ വാക്ക് അവിടെ നിന്നുള്ള കൾച്ചറിൽ നിന്നുള്ള വാക്കുകളും ഈ ഭയങ്കരമായിട്ട് ഈ എല്ലാവരും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഭാഷയും കൂടുതൽ സ്വീകാര്യമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളും സ്വീകാര്യമാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാ സ്ലാങ്ങിന്നും പാട്ടുകൾ ഉണ്ടാവട്ടെ എന്നുള്ള. പക്ഷെ പലർക്കും ഈ നേറ്റിവിറ്റിയും സ്ലാങ്ങും ടോണും ഒന്നും മനസ്സിലാവാറില്ല. ഈ വാഴ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു നമ്മളെപ്പോഴത്തെ ഒരു മീനിങ് അതിനെന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്ത അല്ലെങ്കിൽ തലതിരിഞ്ഞ് കിടക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് അതിനുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു രീതിയിലും കൂടെ അതിനെ മനസ്സിലാക്കിയാലേ ആ വാഴ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് വാഴ എന്ന് പേരിട്ടതെന്നും അങ്ങനത്തെ വാക്കുകൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കാത്ത ഒരു ജനറേഷന് അവരത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ശരിക്കും ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് ഇല്ലെങ്കിൽ റാപ്പാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ചില വരികളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചില കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഈ കൺസ്ട്രെയിൻസിനെ മറികടക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലിക്കിയ സുന്ദരി എന്ന് പറയുന്ന പാട്ടിന് കായലരികത്ത് എറിയാൻ പറ്റില്ല, കായലിലേക്ക് തന്നെ എറിയണം എന്ന് പറയുന്ന സമയത്ത് കോൺടെസ്റ്റിൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എറിഞ്ഞു കഴിഞ്ഞാൽ മീനിനെ കിട്ടും, പക്ഷേ അരികത്തെറിഞ്ഞാലേ സുന്ദരിയെ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം കൗണ്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ കൈതപ്രത്തിൻ്റെ ഒരു പാട്ടിനകത്ത് വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കുന്ന നേരത്ത്, അപ്പം ടി പി ശാസ്ത്രമംഗലാണ് വിമർശിച്ചത്. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നോക്കാൻ പറ്റില്ല, ഉള്ളിലേക്കേ നോക്കാൻ പറ്റുള്ളൂ. അപ്പം കൈതപ്പുറം തന്നെ മറുപടി പറഞ്ഞത് അത് മീറ്റർ നമുക്കതേ ഉള്ളൂ. ആശയം വ്യക്തമാണ്. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് തിങ്കൾ കണ്ണാടി നോക്കും നേരത്ത് കഴിഞ്ഞും അവിടെ സെൻറ്റൻസ് അവസാനിക്കുന്നില്ലല്ലോ. സ്വപ്നം കണ്ട് ഇറങ്ങി വന്നോളെ എന്നല്ലേ?
സ്വപ്നം കണ്ടിറങ്ങി വന്നവളെ എന്ന് സെൻറ്റൻസ് സംസാരിക്കുമ്പോൾ വണ്ണാത്തി പുഴയുടെ തീരത്തല്ലേ അവൾക്ക് വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത് വണ്ണാത്തി പുഴയിലേക്ക് വന്ന അവള് മുങ്ങി മരിക്കും. ഇല്ല. അല്ല, ഇൻ ദാറ്റ് ലോജിക് അത് ഭയങ്കരല്ലേ, അങ്ങനത്തെ ലോജിക്കാണ് എതിർപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ആ ലോജിക്ക് ഏത് അർത്ഥത്തിൽ പ്രയോഗിക്കണം. ഇപ്പം ബനാനയോട് പൂ തരാമോ എന്ന് ചോദിച്ചതാണ് ആ ലോജിക്കൽ പ്രോബ്ലം എന്നാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ലോജിക്കിനെ രണ്ട് തരത്തിൽ കാണണം. പക്ഷേ ഈ കൺസ്ട്രെയിൻസ്, ഈ വരികൾ എഴുതാനുള്ള മീറ്ററിൻ്റെ പ്രശ്നം, അതിപ്പോൾ വേടൻ എഴുതിയ ഒരു പാട്ടിനകത്ത് അരയിൽ ഇരുമ്പുണ്ടെങ്കിലും മനസ്സിൽ തുരുമ്പില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു പക്ഷേ അരയിലെ ഇരുമ്പ് തന്നെ മനസ്സിലെ തുരുമ്പാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അരയിൽ ഇരുമ്പ് വെച്ച് കിടക്കുന്നത് മനസ്സിലെ തുരുമ്പാണ്. പക്ഷേ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത് പക്ഷേ അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലാണ് എഴുതിയിട്ടില്ല. ഇത് സിനിമാ സംഗീതമാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അത് വിട്ടുകൊടുക്കാം, കാരണം മീറ്ററിനനുസരിച്ചാണ് എഴുതി പോകുന്നത്. ഇതും റാപ്പിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഷൻ പിടിക്കുമ്പോൾ ഉള്ള കൺസ്ട്രെയിനാണ്. ഇതിനെ മറികടക്കേണ്ട ഒരു എഴുത്തുകാരൻ്റെ ശക്തിയല്ലേ, ഇല്ലെങ്കിൽ ഇതിനെ മറികടക്കേണ്ടതില്ലേ സൂരജ്? അത് അവരാണ് തീരുമാനിക്കുന്നത്. അത് എഴുതുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്, അത് എങ്ങനെ എഴുതപ്പെടണം. അത് വിലയിരുത്തവർന്നവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഇതിനെങ്ങനെ മറികടക്കേണ്ടതുണ്ടോ, അങ്ങനെ ഒരു മറികടക്കൽ വേടനോ അത് എഴുതുന്ന ആൾക്കോ വേണ്ടെന്ന് തന്നെ പിന്നെ അവർ മറികടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിന് എന്താണ് അത് വളരെ പേഴ്സണലാണ് എന്ന് തോന്നുന്നത്. അത് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിനകത്ത് കയറുന്ന ചൊറിഞ്ഞോ അതങ്ങനെ എഴുതാൻ പാടില്ല. ലജ്ജാവതി എന്ന് പറയുന്നത് തെറ്റാണ്, ലജ്ജാവതി എന്ന് പറയുന്നത് ഓക്കെ ആണെന്നൊക്കെ പറയുന്നത് ഭയങ്കര സർജിക്കലായിട്ടുള്ള ഇങ്ങനെ കീറി മുറിക്കലാണ്. അത് എനിക്ക് താല്പര്യമില്ല. വിനായ്, ചോദ്യം ഒന്നുകൂടി. അല്ല, അത്തരത്തിലുള്ള നമ്മളിപ്പോൾ മീറ്റർ അനുസരിച്ച് എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാത്തതാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ ആശയങ്ങളെയും നമ്മളെയും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് വ്യക്തിപരവും കൂടിയാണ്. പക്ഷേ അതിനകത്തൊരു തെറ്റിദ്ധാരണ വന്നു പോയാൽ, ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് പൊളിറ്റിക്കൽ അല്ലാത്തൊരു സാധനം വരുമ്പോഴത്തേക്ക് ആ വിമർശനത്തെ ആ ഒരു റാപ്പിൻ്റെ സ്വാതന്ത്ര്യമായിട്ട് അനുവദിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത് പെർസ്പെക്റ്റീവ്? ഇല്ല, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഈ അഗെയിൻ ഇൻ്റർപ്രിട്ടേഷൻസും എല്ലാം പ്രേക്ഷകർക്കാണ് വിട്ടുകൊടുക്കേണ്ടത്. പിന്നെ എഴുതുന്ന ആളുകളുടെ ആ സമയത്തുള്ള നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടേതായിട്ടുള്ള അതിൽ എഴുതുന്നത് എന്ത്, ഇപ്പോൾ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എഴുതിയാൽ അതിൽ 100% ഞാൻ അക്കൗണ്ടബിൾ ആണ് എന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് ഞാനിതിൽ എഴുതാൻ പോകുന്നത്. പക്ഷേ സിനിമയിലുള്ളത് ഇപ്പോൾ മീറ്റർ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. മോശമായിട്ടൊരു വരി എഴുതിയിട്ട് അത് മീറ്റർ അങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അത് പ്രേക്ഷകർക്ക് അത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ പറഞ്ഞ സിനിമയിലൊരു വരി എഴുതി അത് കോണ്ടക്സ്റ്റിനോട് ചേർത്ത് തന്നെ വായിക്കണം എന്നും, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സിനിമയുടെ കോണ്ടക്സ്റ്റ് ഇല്ല, പക്ഷേ ആ വ്യക്തി എന്താണോ എഴുതിയത് ആ കോണ്ടക്സ്റ്റ്, അതിനും ഒരു തീമൊക്കെ കാണും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം നമുക്ക് ഈവൻ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് സ്വാതന്ത്ര്യം പുലർത്താമെന്ന് എനിക്ക് തോന്നുന്നു. തീരമേ പാടുന്നോ ഒരു പാട്ട്? തീരത്താണ് ഇരിക്കുന്നത്. അതെ, തീരമേ പാടാം. തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണ രൂപനൻ സൂര്യനെ തീക്ഷ്ണമായി പുൽകിരണകരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ നീ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചോ നീ എനിക്കായി ഈ അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃദം തേടിയ തീരം ദൂരം ലലലാല ലലലലല ലലലാല ലാ ലലലാല ലലലലല ലലലലല. സൂരജ്, ചില പാട്ടുകൾ കേൾക്കുമ്പോണ്ടല്ലോ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം. അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത്, സൂരജ് പാടിയ പാട്ടുകളിൽ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട പാട്ട്, ഇപ്പോൾ ആരാധിക വിട്ടിട്ട് വേറെ പാട്ടുകളിൽ, ഇപ്പോൾ വിനായകൻ്റെ കൂടെ വർക്ക് ചെയ്ത വേറെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയും, പാട്ടുകൾ പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു പുകഴ്ത്തൽ സെഷൻ. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു എതിർപക്ഷം പറയാനും കൂടി ഒരാൾ വേണമായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല ബേസിക്കലി. ഒന്ന് പറയൂ വിനായക്. ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും അറിയുന്ന പാട്ടുകൾ തനിയെ മിഴികളും ആരാധിക്കുകയും ഒക്കെ തന്നെയാണ്. അല്ലാത്ത പാട്ടുകളുണ്ട്. ഇപ്പോൾ ജൂണിൽ ആദ്യം തമ്മിൽ നിന്നൊരു പാട്ടുണ്ട്. ഡബ്ബിംഗ് പാട്ട് പോലും ഉണ്ട്. സീതാരാമത്തിലെ ആരോമൽ പൂ പോലെ എന്നുള്ളൊരു പാട്ട്. ഡബ്ബിംഗ് പാട്ടല്ല, അത് നല്ല പാട്ടാണ്, നല്ല രസമാണ്. ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു കുറവല്ല. അപ്പോൾ അതുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ
അയ്യോ അതുമല്ല, റൈഫിൾ ക്ലബ്ബിൽ ഗന്ധർവ ഗംഭ. അപ്പോൾ കഴിഞ്ഞ 2 റൈഫിൾ മാസത്തിനിടയിൽ ക്ലബ്ബ് 2 നല്ല പാട്ട് പാട്ടാ. ഇറങ്ങിയിട്ടുണ്ട്. റൈഫിൾ ക്ലബ്ബ് നല്ല പാട്ടോ, വളരെ ചീത്തപ്പാട്ടുണ്ടോ അതിനകത്ത്? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ഇൻട്രാക്ഷൻ ടൈം ആയെന്ന് സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യശരങ്ങളൊക്കെ വരട്ടെ. ഹലോ, ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ അരിവാൾ എന്നൊരു പാട്ടുണ്ട്. അരിവാൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. കേൾക്കാത്തവർ കുറേ മുമ്പ് ഇറങ്ങിയതാണ്, അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കേൾക്കണം. അതെ, ഇതൊരു പ്രൊമോഷനും കൂടിയായി. താങ്ക് യു. ഒരു ഗുരുതരമായ ചോദ്യമല്ല, പക്ഷേ ഈ ഇൻഡി മ്യൂസിക്കിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പൊതുവേ നമ്മൾ റാപ്പിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ വിദേശത്താണെങ്കിൽ ഇപ്പോൾ റാപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ആ റാപ്പ് എന്ന് പറയുന്നൊരു ഒരു ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആ ഒരു ഡിസ്കോഴ്സിനകത്ത് തന്നെയാണ് അവർ നിരന്തരം നിൽക്കുന്നത്. പക്ഷെ മലയാളത്തിനകത്തേക്ക് വരുമ്പോൾ പൊതുവെ ഈ സിനിമ സംഗീതം ഉണ്ടാക്കുന്ന ഒരു അത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ ആ ഒരു അതിൻ്റെ ഒരു സെലിബ്രിറ്റിഷിപ്പും അതും കൈവരുന്നതോടുകൂടി പൊതുവെ ഇൻഡി മ്യൂസിക്കിനകത്തു നിന്ന് ആളുകൾ പതുക്കെ സിനിമയിലേക്ക് മൂവ് ചെയ്യുകയും പുതിയ പുതിയ ഇൻഡി മ്യൂസിഷ്യൻസ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൂടി കാണുന്നുണ്ട്. അപ്പോൾ പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ഇൻഡി മ്യൂസിക്കിൽ നിന്ന് ചിലപ്പോൾ അവർ ഈ പറയുന്ന സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, പിന്നെ ആ ഒരു ഇൻഡി മ്യൂസിക്കിലേക്ക് അവർ തിരിച്ചു പോകാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഡി മ്യൂസിക്കിൻ്റെ ഒരു വളർച്ച എത്രത്തോളം ഒരു ഇപ്പോൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇത് ചോദിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റാപ്പിനെ നമ്മളങ്ങനെ റാപ്പ് ഈ പറയുന്നൊരു ജെൻസിയുടെ അല്ലെങ്കിൽ ആൽഫ ജനറേഷൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് റാപ്പ് തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഈ TP ശാസ്ത്രമംഗലത്തെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും നമ്മുടെ ഒരു അക്കാഡമിക്സിനകത്തേക്ക് റാപ്പ് അത്രത്തോളം ഒരു ഗൗരവകരമായൊരു ചർച്ചയായി. ഇപ്പോൾ റാപ്പിനെ കുറിച്ച് വളരെ സീരിയസ് ആയി. അപ്പോൾ റാപ്പിനെ കുറിച്ചറിയാൻ വേണ്ടി നമ്മൾ ഡോക്യുമെൻ്ററികളോ അല്ലെങ്കിൽ അത്തരം ഹിസ്റ്ററീസോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ മലയാളത്തിൽ അത്തരം സീരിയസ് ആയി റാപ്പിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് നോക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അത്തരം ഒരു സീരിയസ് അറ്റംപ്റ്റുകൾ റാപ്പിനെ കുറിച്ച് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഉണ്ടാവുമായിരിക്കും, അതിനി ഉണ്ടാവേണ്ടതുമാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സംസ്കാരം ഇല്ലല്ലോ. നമ്മുടെ മെയിൻ സ്ട്രീം മ്യൂസിക് എന്ന് പറയുന്നത് സിനിമാ സംഗീതമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ സിനിമയിലെ പാട്ടുകൾ മാത്രമാണ് നമ്മൾ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളതും എല്ലാവരും കേൾക്കുന്നതായിട്ടുള്ള സംഗീതം. അപ്പോൾ ഈ അടുത്ത് കുറേ കാലങ്ങളായിട്ടുള്ളൂ ഇതിങ്ങനെ ഒരു സ്വതന്ത്ര സംഗീതം ഉണ്ടെന്നും ഇങ്ങനെ പല ജോൺറ ഉണ്ടെന്നും അതിലൊക്കെ പാട്ടുകൾ ഉണ്ടാക്കുന്നവരുണ്ടെന്നൊക്കെ അറിഞ്ഞവരോട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പം ഇനി അത് കൂടുതൽ ചർച്ചാ വിഷയമാവും അല്ലെങ്കിൽ ആക്കപ്പെടണം എന്ന പക്ഷമാണ് എനിക്കുള്ളത്. ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് ഉപരിയായിട്ട് അതിന് സ്വീകാര്യത ഉണ്ടാകും. ഒരു കാലത്ത് നിന്ന് ആരും കേട്ടിട്ട് തന്നെയല്ലേ, ഇപ്പോൾ കേൾക്കാനുള്ള അറ്റ്ലീസ്റ്റ് സ്പേസ് എങ്കിലും ഇല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, സ്പോട്ടിഫൈയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഡി മ്യൂസിക്കിനാണ് കൂടുതൽ ഇത് വരുന്നത്. കാരണം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആർട്ടിസ്റ്റുകൾക്കാണ് സ്പോട്ടിഫൈയിൽ ഇപ്പോൾ വിലയുള്ളത്. അപ്പോൾ അത് മാറി വരും, സീൻ മാറുമെന്ന് കരുതുന്നുണ്ട്. മാറി എൻ്റെ ചോദ്യം വിനായക് സാറിനോടാണ്. ആരാധിക എന്നുള്ളൊരു പാട്ടിൻ്റെ വലിയൊരു ആരാധികയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ വരികൾ എനിക്കെന്നും ഹൃദയസ്പർശിയാണ്. അതിലൊരു വരി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു വരിയാണ്, ആശകൾ തൻ മൺതോണിക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒരു വാക്ക് അവിടെ ചേർക്കാനുണ്ടായിരുന്നൊരു കാരണം എന്താണ്? മുമ്പ് കേട്ടിട്ടുള്ള ചോദ്യമാണ്, ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. റീൽസിലൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത്ര ശക്തിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ശക്തമല്ലാത്ത സ്വപ്നങ്ങളിലേക്ക് റെപ്രസെൻറ്റേഷൻ എന്ന രീതിക്കാണ്. പക്ഷെ അമ്പിളി പല സ്ഥലങ്ങളിലും വിജയിച്ചും അല്ലെങ്കിൽ ആ പ്രണയത്തിനോട് വിജയിച്ചു നിൽക്കുന്നതും ആ സിനിമയിൽ പല രംഗങ്ങളിലും കണ്ടിട്ടുള്ളൂ. ആ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ഇല്ല, അമ്പിളി അങ്ങനെ വിജയിച്ചു എന്ന് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് ചെറിയ ചെറിയ വിജയങ്ങൾ, അയാൾ ഏറ്റിട്ടുള്ള കളിയാക്കലുകൾ, അയാൾ ഏറ്റിട്ടുള്ള അവഗണന, സ്വന്തം കുടുംബത്തിലും സ്വന്തം അയാൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് തന്നെ അയാൾ ഏറ്റ കുത്തുവാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ വിജയം ഏറ്റവും അവസാനം സംഭവിക്കുന്നത് അത് സിനിമയിൽ അവസാനം സംഭവിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. ഈ പാട്ടുണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നില്ല. ഈ പാട്ട് സിനിമയുടെ ആദ്യം തന്നെ വരുന്ന പാട്ടാണ്.
പിന്നെ മൺതോണി ഞാൻ എവിടെയോ എനിക്ക് കേട്ട ഇഷ്ടമുള്ള പാട്ടുകളിലൊക്കെ വന്ന വാക്കാണ്, ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല. അപ്പോൾ അങ്ങനെ അവിടെ അത് പ്രയോഗിക്കണം തോന്നി. അങ്ങനെ ഒരുപാട് ചിന്ത അതിൻ്റെ പിന്നിലില്ലെന്നുള്ളതാണ് എൻ്റെ സത്യം. ആരാധിക എന്നുള്ള തുടക്കം ഉപയോഗിക്കാനുള്ള കാരണം അതും ഈ സിനിമയുടെ തിരക്കഥ ഡിക്റ്റേറ്റ് ചെയ്ത് തന്നെയാണ്. ഈ കഥാപാത്രത്തിന്, അമ്പിളി എന്ന കഥാപാത്രത്തെ ആരാധിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് ടീന എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവളിപ്പോൾ അടുത്തില്ല. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ പറ്റിയുള്ളൊരു പാട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ആരാധികയെ. പിന്നെ അങ്ങനെ ഒരു തുടക്കം സമീപകാലത്തുള്ള പാട്ടുകളിലൊന്നും വരാത്തത് കൊണ്ട് അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള വാക്ക് കിട്ടിയോണ്ട് അങ്ങനെ തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളൊരു പാട്ടും കൂടെ പാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളല്ല പാടുന്നത്, സൂരജ് തന്നെയാണ്. സൂരജ് തനിയമ്പഴകൾ പാടിയാൽ മതിയോ? അകതാരിലേ ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമേ കുളിരോർമകൾ തിരികെ വരും. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാം. ഇനി എന്നുമേ കുടനീർത്തിടാം, തണലേകിടാം. ഒരു നല്ല നേരം വരവേറ്റിടാം. നല്ല കാലത്തെ വരവേൽക്കാം ഗൈസ്. മെലഡികൾ ഇഷ്ടപ്പെടുന്ന മലയാളികളാണ് നമ്മളൊക്കെ. അപ്പോൾ ആൽഫ കാലത്തും ഇനി ഏത് കാലത്തും കാലങ്ങൾക്കപ്പുറവും മെലഡികളെ ഇഷ്ടപ്പെട്ടേ മതിയാവൂ. അത് നമ്മുടെ എത്രത്തോളം സന്തോഷം തരുന്നോ അത്രയും കാലവും അത് നിലനിൽക്കും. ഇനി മറ്റൊരു തരത്തിലുള്ള മ്യൂസിക് ആസ്വദിക്കുന്നതുവരെ അത് ആസ്വദിക്കും. ഈ സംഗീതം മലയാളം സിനിമയിൽ മാത്രമല്ല പുറത്തും സംഗീതം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി നിലനിൽക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള സംഗീതവും കൂടിയാണ്. അതിൻ്റെ ഏതൊക്കെ വേർഷൻസ് വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ കാലഘട്ടത്തിലും മ്യൂസിക് നിലനിൽക്കും, അത് ആൽഫ കാലത്തിലും എന്നാണ് ഇവിടെ സൂരജ് പാടുമ്പോഴും വിനായക് എഴുത്തിനെക്കുറിച്ച് പറയുമ്പോഴും മനസ്സിലാക്കിയത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്ക് ഒരു സ്വീകാര്യത എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമുക്കിങ്ങനെ വിലയിരുത്തി മുന്നോട്ട് പോവാം. അപ്പോഴും നമ്മുടെ പാട്ട് അവിടെ തന്നെ ഉണ്ടാവും. താങ്ക് യു.